കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടാൽ രാഷ്ട്രീയക്കാരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് സ്ഥിരമായി വിലക്കണമെന്ന ഹർജിയിൽ കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ എതിർ സത്യവാങ്മൂലം സമർപ്പിച്ചു. നിയമനിർമ്മാണ സഭകളുടെ പരിധിയിൽ വരുന്ന വിഷയമെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട്. ആജീവനാന്ത വിലക്ക് കടുത്ത നടപടിയെന്നും കേന്ദ്ര സർക്കാർ കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. വിനീത വിജയ് വിവരങ്ങളുമായി. വിനീത, ഇക്കാര്യത്തിൽ എന്താണ് കേന്ദ്രം സ്വീകരിച്ചിട്ടുള്ള നിലപാട്? അനുജ, അതായത് ഈ ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട രാഷ്ട്രീയക്കാരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് സ്ഥിരമായി വിലക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതായിരുന്നു ഹർജി. ഈ ഹർജിക്കെതിരെയാണ് അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ എതിർ സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ കേന്ദ്രം നൽകിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത് ഈ നിയമനിർമ്മാണ സഭകളുടെ പരിധിയിൽ വരുന്ന വിഷയമാണിതെന്നാണ് കേന്ദ്രം ഈ ഹർജിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്, ഈ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ആജീവനാന്ത വിലക്ക് ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് ഏർപ്പെടുത്തുന്നത് അതൊരു കടുത്ത നടപടിയാണെന്നും കേന്ദ്രം ഈ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആജീവനാന്ത വിലക്കിന് പകരം ഒരു 6 വർഷത്തെ വിലക്ക് മാത്രം ഈ കാര്യത്തിൽ മതിയാകുമെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട്. അതും ഈ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതിൽ BJP നേതാവ് അശ്വിനി കുമാർ ഉപാധ്യായ നൽകിയ ഹർജിയിലാണ് കേന്ദ്രം ഇത്തരത്തിലേക്കൊരു മറുപടി നൽകിയിരിക്കുന്നത്. ശരി, വിനീത വിജയാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും.